നമസ്തേ. ഇന്ന് ഞാനും ഭാഗ്യ ഡോക്ടറും അമ്മയൊക്കെ കൂടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ റോ ഡയറ്റിൻ്റെ 61ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണത്തിൽ ഞാൻ ഈ സാലഡിൻ്റെ മീതെ കുറച്ച് വെജ് മയോണൈസൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുക. ഇനി ഈ വെജ് മയോണൈസിൻ്റെ കഥ പറയാം. വെജ് മയോണൈസ് പലരും എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഈ മയോണൈസ് ഉപയോഗിക്കുന്നത് മോശമല്ലേ, റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ മയോണൈസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മുട്ടയും അങ്ങനെയുള്ളത് ചേർത്ത് ഉണ്ടാക്കുന്ന, നമുക്ക് ഹോട്ടലിൽ നിന്നും കിട്ടുന്ന, റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന തരത്തിലുള്ളതല്ല. ആക്ച്വലി ഞങ്ങളിവിടെ ജീവനത്തിൽ ഉണ്ടാക്കുന്നത് അണ്ടിപ്പരിപ്പും, കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തി വയ്ക്കും. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, ഇതൊക്കെ കൂട്ടി മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കും. അപ്പോൾ ഏകദേശം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മയണൈസിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് വളരെ ഹെൽത്തിയാണ്, വെജാണ്. അപ്പോൾ അതാണ് നമ്മൾ വാസ്തവത്തിൽ ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്ന് വാസ്തവത്തിൽ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാം ഉണ്ട്, പച്ചക്കറികളും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും കപ്പലണ്ടിയും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. പാകത്തിന് ഉപ്പും പുളിയും എരിവൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കുമ്പോൾ മയണൈസ് ഇങ്ങനെ, ഇതിപ്പം മിക്സ്ഡ് വെജിറ്റബിൾസ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അവസ്ഥയല്ലേ. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോഴും മയണൈസിലൊന്ന് മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്ന് വെജിറ്റബിൾസിൻ്റെ ഒക്കെ മീതെ ഈ മയണൈസ് ഒഴിച്ചു. ഇവിടെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ട്. തക്കാളിക്ക് വലിയ കളറില്ല, കാരണം അതിൽ നാളികേരവും നെല്ലിക്കയും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഈ തക്കാളി ചമ്മന്തിയിൽ തക്കാളി, നെല്ലിക്ക, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, നാളികേരം, ഉപ്പ്, ഇത്രയാണുള്ളത്. വളരെ രുചികരമാണ്. ടേസ്റ്റ് നോക്കട്ടെ. നെല്ലിക്കയുടെ പുളിയൊന്നും ഒരു രക്ഷയില്ല. നെല്ലിക്കയുടെ നമ്മൾ കടുത്ത ഫാനാണ്. നമ്മൾ ഈ സാലഡൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ കുറേ പേരെങ്കിലും പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പുല്ലും വൈക്കോലൊക്കെ പോലെയുള്ളത് കഴിക്കുന്നത്, മര്യാദയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിച്ചൂടെ? ഇത് വാസ്തവത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത്രയും കാലം, എത്രയോ വർഷങ്ങളായിട്ട് ഈ കഞ്ഞിയും ചോറും ഇറച്ചി മീനും മാത്രമാണല്ലോ കഴിക്കുന്നത്. ഇതൊരു വെറൈറ്റി. എന്തായാലും ഇത് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ഉന്മേഷമുണ്ട്. ആരും ക്ഷീണിക്കുന്നില്ല, എല്ലാവരും വളരെ ഓണായിട്ടിരിക്കുകയാണ്. ഡോക്ടറടക്കം, എൻ്റെ അമ്മയടക്കം എല്ലാവരും വളരെ ഫിറ്റായിട്ട്, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ഇത് പരിചയമില്ലാത്തവർക്ക് ആകെ വിഷമാണ്. ഇത് കീടനാശിനി അടിച്ചിട്ടുള്ള വെജിറ്റബിൾ അല്ലേ, ഇത്രയും വിഷം ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷെ അവിടെയും നമ്മളിത് ഇപ്പോൾ ഈ ഒരു റോ ഡയറ്റിലാണ് എന്നുള്ളത് കൊണ്ട് വിഷരഹിത പച്ചക്കറികൾ സംഘടിപ്പിച്ചിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. ചമ്മന്തി മയണൈസൊക്കെ ഉണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് മുഴുവൻ കഴിച്ചു തീർക്കാൻ ഇത്രയും നേരം മതി. പിന്നെ ഈ സാലഡ് കഴിക്കുമ്പോൾ വന്നിട്ടുള്ള വേറെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മുഴുവൻ സെല്ലുലോസ് ഫൈബറാണുള്ളത്. ഇപ്പോൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സെല്ലുലോസ് ഫൈബറിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ അതും നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. കുക്കുംബർ, ക്യാരറ്റ്, പിന്നെന്താ വെള്ളരി, തക്കാളി, ഇതിലൊക്കെ എത്രത്തോളം സെല്ലുലോസ് ഫൈബറുണ്ട്. ഇത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതൊന്ന് പഠിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. നമ്മൾ വേവിക്കാതെ ആഹാരം കഴിക്കുന്നു 90 ദിവസം, ഇപ്പം ഞാനും എൻ്റെ ടീമും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതൊക്കെ പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. പച്ചയ്ക്ക് കഴിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം ഈ 90 ദിവസം നമ്മളൊന്ന് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളെല്ലാം കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് സ്റ്റാർച്ച് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിലെടുക്കുന്ന വെജിറ്റബിൾസിൽ ഇപ്പോൾ ക്യാപ്സിക്കം അല്ലെ ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസ്, ഇതിൽ അത്യാവശ്യത്തിന് സ്റ്റാർച്ചുണ്ട്. എല്ലാറ്റിലും എല്ലാതും ഉണ്ട്. പക്ഷേ ഈ സ്റ്റാർച്ച് കൂടുതലുള്ള വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ. പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കപ്പലണ്ടിയിൽ നിന്നും ചെറുപയറിൽ നിന്നും എല്ലാം കിട്ടും. നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ധാതു ലവണങ്ങളും
ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളിൽ നിന്നും കിട്ടും. ചില സമയത്തൊക്കെ നമുക്ക് ഇലകളൊക്കെ കിട്ടാറുണ്ട്. ഈ മുത്തളിൻ്റെ ഇലയും തഴുതാമയുടെ ഇലയും ചിലപ്പോൾ ലെറ്റ്യൂസും. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അങ്ങനെയുള്ള ഇലകൾ കിട്ടുമ്പോൾ അതെല്ലാം നമ്മളിതിൽ ചേർക്കും. ഇങ്ങനെ പരമാവധി പോഷക സമൃദ്ധമായിട്ടാണ് കഴിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ആകെ 5 മിനിറ്റോ 10 മിനിറ്റോ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രായോഗികത എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുക്കിങ്ങൊക്കെ ആവശ്യമുള്ളതാണ്, കുറേ സമയം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഇതിന് പ്രായോഗികത ഇല്ല എന്ന് പറയാം. എളുപ്പത്തിൽ ദഹിക്കുന്നു, വളരെ എളുപ്പത്തിൽ ഇത് ഭക്ഷണം പാകം ചെയ്ത് കഴിയുന്നു. പാകം ചെയ്യാൻ കുക്ക് ചെയ്യുന്നില്ലല്ലോ, ഉണ്ടാക്കി കഴിയുന്നു. എന്തുകൊണ്ടും ലൈഫിൽ വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ചെയ്ത് നോക്കുന്നത്. ഇനി ഇത് മാത്രമേ ലൈഫ് ടൈം മുഴുവൻ ചെയ്യൂ എന്നൊന്നുമല്ല. നമ്മൾ കുറച്ച് നാൾ ചെയ്യുന്നുണ്ട്, ഒരു 3 മാസം മാത്രമാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ഒരു സുഖം എന്തായാലും ഇത് ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കിട്ടുന്ന എൻ്റെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവരിൽ കുറേ പേരെങ്കിലും വാട്സപ്പിൽ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഗ്രൂപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യും. കൂടുതൽ പേര് പേഴ്സണലായിട്ടാണ് മെസ്സേജ് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലമേഷൻസ് കുറയുന്നു, വേദനകൾ കുറയുന്നു, ശ്വാസമുട്ടൽ കുറയുന്നു, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇല്ലാതെയാവുന്നു. കാരണം എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും അസിഡിറ്റിയൊക്കെ ഉണ്ടായിരുന്നവർ ഇപ്പം അതില്ല. വളരെ ഈസി ആയിട്ട് അവർക്ക് ആഹാരമൊക്കെ കഴിച്ച് പോകാൻ പറ്റുകയാണ്. അപ്പോൾ അവരുടെ ആകെ ഒരു സംശയം, ഇനി റോഡ് ഡയറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയ രോഗമൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അതില്ല. കാരണം ഒരു പ്രത്യേക മരുന്നല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. വീണ്ടും ആ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ രോഗം തിരിച്ചു വരണമെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ടതില്ല. ഇപ്പം ഈ ഒരു നല്ല ആഹാരം നമ്മൾ കുറച്ച് നാൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആഹാരം ചെന്നിട്ട് ഈ രോഗം മാറ്റുമൊന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ രോഗചികിത്സയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ശരീരത്തിനൊന്ന് ഒരുക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. ചികിത്സ നടത്തുന്നതൊക്കെ സ്വന്തം ശരീരം തന്നെ. അപ്പോൾ സ്വന്തം ശരീരം നടത്തിയ ഒരു കറക്ഷൻ ഇനി വീണ്ടും അത് തകരാറിലാവും എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതില്ല. കാരണം ഈ ഒരു 90 ദിവസം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാലും തുടർന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ ആഹാരവും കാര്യങ്ങളൊക്കെ വളരെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ നടത്തും. അല്ലേ ഡോക്ടറെ? ഡോക്ടർ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഭാഗ്യ ഡോക്ടർ നമ്മുടെ പുതുതലമുറയുടെ പ്രതിനിധിയാണ്. വളരെ ചെറിയ പ്രായമാണുള്ളത്. പക്ഷേ അവർക്കും ഇതിലൊരു ആനന്ദം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് ആരെങ്കിലും ഇത് ചെയ്യണം എന്ന് നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞു ഞാനും കൂടെ കൂടുകയാണ്. അപ്പോൾ ശരി കൂടിക്കോ. അമ്മ ഒരു ദിവസം പറഞ്ഞു ഞാനും കൂടെ കൂടുകയാണ്. ശരി കൂടിക്കോ. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും എടുത്ത് ഇങ്ങനെ ചെയ്യണം 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 എന്നൊരിക്കലും നിർദ്ദേശിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയും. അതിൽ ഇപ്പോൾ എനിക്കൊരു ആരോഗ്യം ഉണ്ടാവുന്നു എന്നുള്ളത് കൂട്ടത്തിലുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് അനുകരിക്കാൻ തോന്നും, അവരത് അനുകരിക്കുന്നു, അത്രമാത്രം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഒരുപാട് നാളായിട്ട് സെയിം ഡയറ്റ് തന്നെ വേവിച്ച് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ബിരിയാണി കഴിക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൂടെ സാലഡ് കഴിക്കാറുണ്ട്. അപ്പം അത് മാത്രം കഴിച്ചാലും ആരോഗ്യം ഉണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നുള്ള കാര്യം അറിയാം, അത് പുസ്തകത്തിൽ നിന്നുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ നല്ല സുഖമുണ്ട്, വയറിന് നല്ല സുഖമുണ്ട്, ഭയങ്കര മെന്റൽ ക്ലാരിറ്റി ഒക്കെ വന്ന പോലെ, ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ഭയങ്കര ക്ലിയർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി വളരെ സ്റ്റേബിൾ ആണ്. അപ്പം കുറച്ച് ദിവസം നോക്കാനേ പ്ലാൻ ചെയ്യുന്നുള്ളായിരുന്നു ആദ്യമൊക്കെ. തുടങ്ങിയപ്പോൾ പിന്നെ നല്ല സുഖമുണ്ട്, എന്തിനു നിർത്തണം, അതുകൊണ്ട് വീണ്ടും വീണ്ടും നാളെ ഒരു ദിവസം കൂടെ നോക്കാം, നാളെ ഒരു ദിവസം കൂടെ നോക്കാം എന്ന് കരുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 90 ദിവസം എടുക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊന്നുമല്ല, ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല സുഖമുള്ളത് കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവാറും ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരാഴ്ച നോക്കാം, അതെ ഒന്ന് നോക്കട്ടെ, ശ്രമിച്ചു നോക്കട്ടെ, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയവർ തന്നെ. എനിക്കിതിൽ നല്ല പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈപ്പ് ഇപ്പോൾ പെൺകുട്ടികളിൽ ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്. അതായത് ആ സമയത്ത് അവരല്ലാതെ ആവും എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെ ഭയങ്കര ആ ഹോർമോണൽ ചേഞ്ച് നടക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ ഇമോഷണലി വളരെയധികം അങ്ങനെ ഒരു ക്രമക്കേട് വരിക. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ദുഃഖം കൂടാതെ കുടുംബത്തിലുള്ളവർക്കും ഇത് പ്രശ്നം തന്നെയാണ്. അച്ഛനമ്മമാർക്കും പ്രത്യേകിച്ച് ഹസ്ബൻഡിനും അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളുടെ അടുത്തായിരിക്കും ഭയങ്കര ദേഷ്യപ്പെടലൊക്കെ ഉണ്ടാവുക. ഈ പ്രശ്നം ഈ 2 മാസങ്ങളിൽ ഇല്ലാതെ ഇരുന്നു എന്നുള്ള അഭിപ്രായം കുറേ പേരിൽ നിന്ന് കിട്ടി. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം.
വേറെ പ്രത്യേകിച്ച് ഒരു മരുന്നും കഴിച്ചിട്ടൊന്നുമില്ല. ആകെ കുറച്ച് വേവിക്കാതെയുള്ള നല്ല ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കുറച്ച് നാൾ കഴിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ മൂഡ് പോലും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ വിജയം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല. കഴിച്ചോ, ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഹോർമോണൽ ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊരു വഴിയൊരുക്കി ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എക്സസൈസൊക്കെ ചെയ്ത് പകൽ ഫുൾ ഓണായിരുന്നു. ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രി വരെ ഓണായിരിക്കാൻ ബുദ്ധിമുട്ടാണ്. വേഗം ഉറക്കമൊക്കെ വരും. അപ്പോൾ നേരത്തിന് കിടന്നുറങ്ങി അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു ചിട്ടയുള്ള ലൈഫിലേക്ക് നമ്മളങ്ങോട്ട് ഒഴുകി വീഴുകയായിരുന്നു. അതിലങ്ങോട്ട് കുറച്ച് നാൾ തുടരുക, ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇനി ഞങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? 29 ദിവസം കൂടി ഞങ്ങൾ ഇതുപോലെ സുഖവാസത്തിലായിരിക്കും. ഞാനിത് ചെയ്തു തുടങ്ങിയപ്പം എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തൊരു പ്രത്യേക രോഗം മാറാൻ വേണ്ടിയിട്ടാണോ? ഇപ്പം ഡോക്ടറായിട്ട് ഇരിക്കും, ഇങ്ങനെ നാച്ചുറോപ്പതി ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും രോഗം ഉണ്ടായിട്ടാണോ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രോഗം മാറാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ പലരും ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും, വേറെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക രോഗം മാറാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതി ചെയ്യുന്നതല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഇത് ഹെൽത്തിന് ഗുണകരമാണോ എന്നുള്ളതൊന്ന് ജീവിച്ച് മനസ്സിലാക്കട്ടെ, അത്രയേ ഉള്ളൂ. കുറേ പേരൊക്കെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരുന്നത്, ഈ റോഡേറ്റ് ചെയ്യാനായിട്ട് ചേരുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണ്. അപ്പോൾ അവരുടെ അടുത്തും ഞാൻ നിർദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്നുള്ള ലക്ഷ്യത്തിൽ കയറണ്ട. ഞാൻ കുറച്ച് നാളൊന്ന് നന്നായി ജീവിക്കട്ടെ, അതിൽ വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ ശരീരം ഉണ്ടാക്കിക്കോളും. വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ കുറച്ചോളും. ഇനി വളരെ മെലിഞ്ഞ ഒരാളാണ്, അയാളിൽ അബ്സോർപ്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റ് കൂടുന്നില്ല, അങ്ങനെ ഒരാളിൽ ഒരു പക്ഷേ ഇത് വെയിറ്റ് കൂടാനായിരിക്കും സഹായിക്കുക. എന്തായാലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ കുഞ്ഞു പരിപാടി കൊണ്ട് സാധിക്കുന്നുണ്ട്. കുറേ പേരിൽ സാധിക്കുന്നു. അപ്പോൾ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ 61ാമത്തെ ദിവസമായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇനി കഴിച്ചോളൂ. ഞങ്ങളിനി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. താങ്ക് യു.